ഓഹ്, അവളെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പെട്ടെന്ന് ജീവിക്കുന്നു. ഉഫ്, അടിപൊളിയായിട്ട്. ആബ്സല്യൂട്ട്ലി ഫക്കിംഗ് നോ. സാമ്പത്തിക അടിത്തറയില്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ, നരക തുല്യത്തിന് സമമായിരിക്കും. എടാ, പൈസക്ക് പൈസ തന്നെ വേണം. അവൻ പറയും ആഫ്റ്റർ മാരേജ് ഞാൻ തന്നെ അങ്ങനെ ആക്കാം, നിന്നെ അവിടെ പഠിക്കാൻ വിടാൻ, നിനക്ക് ഈ ജോലി കൂടെ നിന്നെ എവിടെ വേണം വിടാന്ന് പറയും. ഒരു മാങ്ങാണ്ടി അവൻ ചെയ്യില്ല. ബിക്കോസ് ഐ നോ വെരി വെൽ, ഐ എം എ ബോയ്. കുറച്ച് സ്നേഹത്തോടെ കലത്തിനകത്തിട്ട് വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ അത് അരി ആവത്തില്ല. അതിന് പൈസ തന്നെ വേണം. EMI വീട്ടിൽ നിന്ന് പൈസ വയ്ക്കുമ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് നല്ലൊരു കുറച്ച് കെയർ തരട്ടെ, EMI പൈസ അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ കവാലടിച്ചിരിക്കും. കാരണം നിന്റെ വീട്ടിൽ 99.9% പ്രശ്നം തീർന്ന എന്തുകൊണ്ടാണ്? പൈസ. സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പീസ്ഫുൾ സാധനം എന്നും എല്ലാവരും പറയും. പൈസ അല്ലാന്ന് പറയും. പക്ഷെ ഇങ്ങനെ പറഞ്ഞ എല്ലാം ഒന്നാളുടെയും പൈസ ആണ്. നിനക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലേ, നിന്നെ എല്ലാവരും കൺട്രോൾ ചെയ്യും. 4 ചെവറിനുള്ളിൽ പാത്രങ്ങൾ തീരാനുള്ളതല്ല നിന്റെ ജീവിതം. നിനക്കും ഒരു സ്കില്ലുണ്ട്, നിനക്കും ഒരു ലൈഫുണ്ട്, നിനക്കും അച്ചീവ് ചെയ്യാൻ കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം അച്ചീവ് ചെയ്യാതെ ഇതിനല്ല. ഈ കാലഘട്ടത്തിൽ ഓപ്പർച്യൂണിറ്റീസ് പെരുമഴയാവും. എന്നാലും നമ്മൾ എന്തിനും നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും റീൽസും കണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. ലൈഫ് പെട്ടെന്ന് തീരും. കണ്ണടച്ച് നോക്കുമ്പോൾ തീരും. മൈ ലെസൺ ഈസ് മൈ ലാസ്റ്റ് മിസ്റ്റേക്ക്.